വലിയ നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ഈ കൊച്ചി തീരത്ത് അണഞ്ഞ കപ്പൽ മുങ്ങി എന്നുള്ള വാർത്തയാണ് ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമാണ്. ഈ ലൈബീരിയൻ കപ്പൽ മുങ്ങി, കണ്ടെയ്നർ കയറ്റി വന്ന വിഴിഞ്ഞത്തുനിന്ന് വന്ന കപ്പൽ മുങ്ങിപ്പോയി എന്ന വാർത്ത ഷെഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കൊരു പക്ഷേ ചെറിയ രീതിയിൽ ഷോക്കേൽക്കുന്ന വാർത്ത തന്നെയാണിത്. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. കൊച്ചി തീരത്തണഞ്ഞ വിഴിഞ്ഞത്തുനിന്ന് വന്ന ലൈബീരിയൻ കപ്പൽ മുങ്ങി. ഷെഫീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു. ഷെഫീദ്, എപ്പോഴാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത്? കപ്പൽ പൂർണ്ണമായി മുങ്ങിക്കഴിഞ്ഞോ? അല്പസമയം മുൻപ് സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡ് അടക്കം അറിയിച്ച വിവരം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. MSC എൽസ 3 എന്ന് പറയപ്പെടുന്ന ഇന്നലെ കൊച്ചി തീരത്തോടടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട, അതെന്ത് അപകടമാണ് ഇതുവരെ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കപ്പൽ മുങ്ങി എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. കൊച്ചി ഡിഫൻസ് PRO അല്പസമയത്തുള്ള ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും ആ കപ്പൽ മുങ്ങിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 9 കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചെങ്കിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ മണിക്കൂറുകളിലൊക്കെ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. മറൈൻ ഗ്യാസ് ഓയിലാണ് അത് എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും ഒക്കെ നടത്തിയിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 4ഓളം ഹെലികോപ്റ്ററുകൾ അടക്കം ഈ കപ്പലിനടുത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. കൂടുതൽ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ബോട്ടുകളടക്കം ഈ കപ്പലിനടുത്തേക്ക് പോയി. MSC എൽസ 3 അത് തൂത്തുക്കുടിയിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് മിനിഞ്ഞാന്ന് വിഴിഞ്ഞത്ത് നിന്ന് യാത്ര പോയ കപ്പലാണ്. കൊച്ചിയിലേക്ക് അടുക്കാൻ കുറച്ച് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ആണ് ഈ കപ്പൽ മുങ്ങിയത് എന്നുള്ള വിവരം വരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും നമുക്ക് ഔദ്യോഗികമായും ഉറപ്പിച്ചു പറയാൻ കഴിയും. അതായത് ഷിപ്പ് സങ്ക് എന്നുള്ളൊരു വിവരം ഔദ്യോഗികമായി തന്നെ നമുക്ക് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ആളപകടമില്ല ഇല്ലെങ്കിൽ കൂടി കപ്പലിലുണ്ടായിരുന്ന ചരക്കടക്കമുള്ള കാര്യങ്ങൾ അത് മുങ്ങി അതിന്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരമനുസരിച്ച് 2 പ്രധാനപ്പെട്ട ആലപ്പുഴ, കൊച്ചി എന്ന് പറയപ്പെടുന്ന തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യത അത് വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെ എന്നുള്ള വിവരം പറയുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം തീരത്തും ഇത് വരാം എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കുന്നതിലും നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ കഴിയും, കപ്പൽ മുങ്ങിയിരിക്കുന്നു. ഷെഫീദ്, ഇപ്പോൾ മന്ത്രി VN വാസവൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് സൂചന നൽകിയില്ല. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനെക്കുറിച്ച് ഉറപ്പിച്ച് തന്നെ പറഞ്ഞോ? ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി തന്നെ അറിയിച്ച വിവരമാണ്. അല്പസമയം മുൻപ്, അതായത് 8:48 അവർ ഇതിന്റെ ഫസ്റ്റ് കൺഫർമേഷൻ തരുന്നു. അതിനുശേഷം മിനിറ്റുകൾക്ക് മുൻപ് അവരുടെ ഫൈനൽ കൺഫർമേഷനും അക്കാര്യത്തിൽ തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ അറിയിച്ചിരിക്കുന്നത് ഷിപ്പ് സങ്ക്, ഡീറ്റെയിൽസ് മേ ബി സോട്ട് ഫ്രം ഡിഫൻസ് PRO അറ്റ് കൊച്ചി. അതായത് ഡിഫൻസ് PRO ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി രാവിലെ തന്നെ, അതായത് ഒരു 7:30 തന്നെ ഈ വിവരം ധരിപ്പിച്ചു. അതായത് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ ധരിപ്പിച്ചു. മാത്രമല്ല ഇതിനൊരു കണക്ടിവിറ്റി പോയിന്റ്, ഒരു പോർട്ട് എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. അതുകൊണ്ട് തന്നെ അതിന് നെക്സ്റ്റ് പോർട്ടിലടക്കം ഈ വിവരം കൈമാറി എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് കൊച്ചിയിൽ നിന്ന് നമുക്ക് ആ വിവരം ലഭിച്ചിരുന്നു. അതായത് കൂടുതൽ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് വന്നിരുന്നു. കൂടുതൽ വെസലുകൾ, കൂടുതൽ കണ്ടെയ്നേഴ്സ് കടലിലേക്ക് പതിക്കുന്നു എന്നുള്ള വിവരം വന്നിരുന്നു. ഇതിന്റെ ഒരു ആംഗിൾ ഓഫ് ഡിഗ്രി അതുണ്ടായിരുന്നു. അത് അപകടകരമായ രീതിയിലാണ് എന്ന് ഇന്നലെ രാത്രി തന്നെ ആ വിവരം കോസ്റ്റ് ഗാർഡ് അറിയിച്ചതാണ്. സംസ്ഥാന സർക്കാരിനെ അടക്കം കൈമാറിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കപ്പൽ പൂർണ്ണമായും മുങ്ങി എന്നുള്ള വിവരം.